ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ നല്ലൊരു കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അളവ് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അളവിലാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം ആ 2 ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിവിടെ നിന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ശർക്കര നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനത് മാറ്റിയിട്ട് വേറെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു പട്ട ചെറിയൊരു പീസ്, 6 ഗ്രാമ്പു, ഒരു തക്കോലം, 10 കുരുമുളക്, ഒരു ടീസ്പൂൺ ജീരകമാണ്, നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ പൊടിക്കാത്ത മല്ലി കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലി ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അത് കാണിച്ചു തരാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തത്. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കിയില്ലേ, ആ വെള്ളത്തിലേക്കാണ് ഇനി ഈ സ്പൈസസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിക്ക് പകരം നമുക്ക് ചുക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 5 പനിക്കൂർക്കയുടെ ഇല കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് ഈ കോഫി ഉണ്ടാക്കി കഴിക്കാം. പനി, ജലദോഷം, കഫക്കെട്ടൊക്കെ മാറാനായിട്ടും രോഗപ്രതിരോധ ശേഷി കിട്ടാനായിട്ടും ഈ കോഫി നമ്മളെ സഹായിക്കും. ഇനി ഒരു കൈപ്പിടിയോളം തുളസിയുടെ ഇല കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് അരിച്ച് എടുത്തിട്ട് ഉപയോഗിക്കാം, കോഫി ആയിട്ട് ഉപയോഗിക്കാം. കോഫി പൗഡർ ചേർക്കാതെ തന്നെ ഒരു അടിപൊളി ഔഷധ കോഫിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. അപ്പം എല്ലാവർക്കും ഈ കോഫി ഇഷ്ടപ്പെടും. എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇതുണ്ടാക്കി കുടിച്ചു നോക്കണം. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട മറ്റു വിഭവങ്ങളുടെ റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.